നിങ്ങളുടെ സ്വന്തം അരുമാമിസ് ആണ്. പുതിയൊരു വർഷത്തിന്റെ പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളോട് ടീച്ചർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും പുതിയൊരു വർഷത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നും അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ വർഷം ഏറ്റവും അടിപൊളിയായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കില്ലേ? നമുക്ക് എല്ലാവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? അപ്പൊ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ശീലങ്ങൾ ഈ ഒരു വർഷം കൊണ്ടുവരാമെന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ചു വെച്ചാലോ? അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, അല്ലെ, നമ്മൾ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ നേരെ 2024 ഒന്ന് തിരിഞ്ഞു നോക്കണം. ആ ഒരു വർഷത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പഠിത്തത്തിന് വേണ്ടി ചെയ്തത് എന്ന് ആലോചിക്കാം. പല ആളുകൾ പ്രധാനമായിട്ടും എക്സാം വരുമ്പോഴായിരിക്കും, അല്ലെ, നന്നായിട്ട് പഠിക്കണമെന്നും അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് വാങ്ങണമെന്നും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ 2025 എന്നുള്ള പുതുവർഷത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പരീക്ഷ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. പഠിക്കുക എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. എന്താ ഈ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിന് എപ്പോഴും, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും വിചാരിക്കുന്നത് പഠിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ എന്നാ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരാള് ഉണ്ടായിട്ട് അയാളുടെ മരണം വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സത്യത്തിൽ ഈ പഠനം എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുന്ന ഒരു കാര്യമാണോ? അല്ല, അല്ലെ? അപ്പൊ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അങ്ങനെ ഒരു ധാരണ മാറ്റിവെച്ച് പഠിത്തം എന്നുള്ളത് നമ്മുടെ ദിവസത്തിന്റെ എല്ലാ ദിവസത്തിന്റെയും, അല്ലെ, അത് പരീക്ഷ വരുന്ന ദിവസങ്ങളുടെ മാത്രമല്ല എല്ലാ ദിവസത്തിന്റെയും ഭാഗമാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. പിന്നീട് വേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താ ഈ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാവുക എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് സ്കൂളിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്, അല്ലെ? പക്ഷെ അതല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. ആ ടൈം ടേബിളിന് അനുസൃതമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാര്യങ്ങൾ കൊണ്ടുപോകാൻ. എന്താ ഈ ടൈം ടേബിൾ ഭയങ്കര ബോറായിരിക്കത്തില്ലേ മിസ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ കുറെ ചിന്തകൾ എന്റെ മക്കളുടെ മനസ്സിലുണ്ടാവും, അല്ലെ? പക്ഷെ ടീച്ചർ പറയുന്നത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു ചിട്ട പോലെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങളെ മികച്ചതാക്കാൻ വേണ്ടി സഹായിക്കും. അത് ടീച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റതിന് ശേഷം പല കൂട്ടുകാരും ഇപ്പൊ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഫോണുകളൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫോണൊക്കെ നോക്കിയിട്ടാണ് ഉണരുന്നെങ്കിൽ ആ ദിവസം തന്നെ ഒരല്പം പോരായിരിക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു പുസ്തകമൊക്കെ വായിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാലോ? തീർച്ചയായിട്ടും നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യില്ലേ? അതേപോലെ തന്നെ പല മക്കൾക്കുള്ള ഒരു പ്രശ്നമാണ് പത്രവായന ഇല്ല എന്നുള്ളത്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അറിവ് കിട്ടണമെങ്കിലും നമ്മുടെ ഭാഷ കൃത്യമായിട്ട് വളർന്നു വരണമെങ്കിലും ഒക്കെ പത്രവായന നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നിങ്ങൾ പത്രത്തിലെ എഡിറ്റോറിയൽ എന്നുള്ളൊരു പേജ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഭാഷയിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ഇംപ്രൂവ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഡിറ്റോറിയൽ ഒക്കെ വായിക്കുന്നത് നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആദ്യം നമുക്കൊരു അല്പം കട്ടിയായിട്ട് തോന്നും, എങ്കിലും ബാക്കി വരുന്ന ദിവസങ്ങളിൽ, അല്ലെ, അത് നമുക്ക് എന്ത് ചെയ്യും, വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിസ്സിന് പറയേണ്ടത്. പുതിയൊരു ശീലമായിരിക്കും പലർക്കും ഇത്. നിങ്ങളെ ജനറൽ നോളജിൽ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത്. നമ്മുടെ ഓരോ ദിവസവും, അല്ലെ, ഒരുപാട് വിവരങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. അതിൽ പല ചോദ്യങ്ങൾ നമ്മുടെ മത്സര പരീക്ഷകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കറന്റ് അഫയേഴ്സ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ്, അത് ക്വിസ് മത്സരത്തിൽ പോകാൻ വേണ്ടി മാത്രമല്ല, അല്ലെ, നമ്മുടെ ഭാവിയുള്ള ജീവിതത്തിലും അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇനി 7ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ USS എക്സാം ഒക്കെ എഴുതേണ്ട ആളുകളാണ്. അപ്പൊ ഈ ഒരു ശീലം ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങളെ ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളോട് മിസ്സിന് പറഞ്ഞു തരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ശീലാണ്, നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കാം. നമ്മൾ ആ തെറ്റിൽ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആ തെറ്റ് ഇങ്ങനെ ആലോചിച്ച് ആ തെറ്റ് ആവർത്തിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, അല്ലെ? എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണ് നമുക്ക് ആ തെറ്റ് പറ്റിയതെന്ന് കൃത്യമായിട്ട് ആലോചിക്കുക. ഇപ്പൊ പലപ്പോഴും, അല്ലെ, എക്സാമുകളിലൊക്കെ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ആ തെറ്റ് ചെയ്തത്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. അതെങ്കിലും എന്തെങ്കിലും ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ടാവും, അല്ലെ? ആ പാഠം മാത്രം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പുതിയൊരു വർഷമാണ്.
ഏറ്റവും അടിപൊളിയായിട്ട് നല്ല നല്ല മികച്ച ശീലങ്ങൾ കൊണ്ട് നമുക്ക് ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വർഷം മുഴുവൻ ഏറ്റവും അടിപൊളിയായിട്ടിരിക്കട്ടെ എല്ലാവർക്കും. സോ ഇത്രയും വളരെ കാര്യങ്ങളാണ് മിസ്സിന് പറഞ്ഞു തരാനുള്ളത്. ഇനിയും ഒരുപാട് ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ വർഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Until then, bye bye, see you.